നമസ്കാരം. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 4 ഭീകരരെ സൈന്യം വധിച്ചു. കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. കൂടോത്ര വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ദൃക്സാക്ഷി. പിന്നിൽ പ്രമുഖ കോൺഗ്രസ് നേതാവെന്ന് വിപിൻ മോഹൻ. കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. മൗനം തുടർന്ന് നേതൃത്വം തുറന്നടിച്ച് യൂത്ത് കോൺഗ്രസ്. കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. വി.ഡി. സതീശന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ച കെ.എസ്.ഇ.ബി. നടപടി കെ.എസ്.ഇ.ബി. ചെയർമാന്റെ ഉത്തരവിനെ തുടർന്ന്. ഭാര്യയ്ക്കൊപ്പം പ്രതിഷേധവുമായി കെ.എസ്.ഇ.ബി. ഓഫീസിലെത്തിയ റസാഖ് കുഴഞ്ഞു വീണു. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയെടുത്തതിൽ വിചിത്രവാദവുമായി CPM. ശരൺ ചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്ന KP ഉദയഭാനു. ഇതാണോ CPM നടത്തുന്ന തിരുത്തലെന്ന് കെ സുരേന്ദ്രൻ. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ ചുമത്താൻ നീക്കമെന്ന ആരോപണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. പൂർണ്ണമായും പുറത്തുവിടണമെന്ന് WCC. മാർഗനിർദ്ദേശം അനുസരിച്ച് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് സജി ചെറിയാൻ. സിനിമാ കോൺക്ലേവ് നടപ്പിലാക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി. സംസ്ഥാനം പനിക്കിടക്കയിൽ. ഇന്ന് 3 പനി മരണം. 159 പേർക്ക് ഡെങ്കിപ്പനി. H1N1 42 പേർക്ക് സ്ഥിരീകരിച്ചു. ചികിത്സ തേടിയത് 11,050 പേർ. ബംഗളൂരു BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ ഭക്ഷ്യവിഷബാധ. 50 കുട്ടികൾ ആശുപത്രിയിൽ. സംഭവം വനിതാ ഹോസ്റ്റലിൽ. വിഷബാധ ഇന്നലെ വൈകിട്ട് വിളമ്പിയ പഴകിയ കറിയിൽ നിന്ന്. നീറ്റ് UG പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. തീരുമാനത്തെ വിമർശിച്ച് കോൺഗ്രസ്. കേന്ദ്രം വിഷയം സങ്കീർണമാക്കുന്നതായി ഖർഗെ. കേസുകൾ മറ്റന്നാൾ സുപ്രീം കോടതി. വിശദമായ വാർത്തകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ജമ്മു കശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചു. CRPF-ഉം സൈന്യവും ലോക്കൽ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. ഐഷത്തുൽ ഷംന നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, 2 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയുണ്ട്. ഒപ്പം 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? ഭവ്യ, തീർച്ചയായും പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഒരു ജവാന്റെ വീരമൃത്യു സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ജവാൻ കൂടി വീരമൃത്യു വരിച്ചതായി സൈന്യം അറിയിച്ചത്. ഒപ്പം തന്നെ 4 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. മോഡർ ഗ്രാമത്തിലും ഫ്രിസൽ മേഖലയിലും ഉണ്ടായ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായിട്ടായിരുന്നു 2 ജവാന്മാർ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് CRPF-ഉം സൈന്യവും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇവർക്ക് നേരെ സൈന്യം ഭീകരർ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോഴും മേഖലയിൽ 2 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നെന്നാണ് സൈന്യത്തിന് ലഭിക്കുന്ന വിവരം. എന്തായാലും വധിക്കപ്പെട്ട 4 ഭീകരരുടെയും വീഡിയോകൾ സൈന്യം ഡ്രോൺ ക്യാമറ വഴി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഭീകരരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടില്ലെന്നാണ് സൈന്യം അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ മേഖലയിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായും ജമ്മു കാശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഐഷദുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടോത്ര വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തത് പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ. കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹനാണ് വിവാദ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധന നടത്തിയിട്ടും സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയില്ല. വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചുവരുത്തിയത്. കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂലയിലെ 3 അടി താഴ്ചയിൽ നിന്നും സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം. അതേസമയം സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറോട് നിർദ്ദേശിച്ചതായും സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ്. സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി KPC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭീമൻ ആരാണ് എന്നാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. കൂടോത്രത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. കൂടോത്രത്തിന് പോയാൽ മന്ത്രവാദിക്കാണ് ഗുണം, ബൂത്തിൽ പോയാൽ പാർട്ടിക്ക് ഗുണം. പഴയ കൂടോത്രമാണെങ്കിൽ നല്ലതാണെന്നും കെ സുധാകരന്റെ ഭൂരിപക്ഷം കൂടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. CPM-നെതിരെയും വിമർശനമുണ്ട്. CPM-ൽ ശത്രുസംഹാരമാണ് നടക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൂടോത്രം ചെയ്യുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും കൂടോത്രം നിർത്തി ബൂത്തിൽ പ്രവർത്തിക്കണമെന്നും അബിൻ വർക്കിയും പ്രതികരിച്ചു. തന്റെ പ്രസ്താവന KPCC അധ്യക്ഷനെതിരെ അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന, പാർട്ടിക്കെന്നല്ല, എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ്? മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും. പാർട്ടിക്കോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബൂത്തിലേക്ക് പോവുക. പിന്നെ മാത്രമല്ല, എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത്, ഇനിയിപ്പോൾ 1 വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ലെ യാഥാർത്ഥ്യം അതാണ്. കാരണം എന്താ? സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇപ്പൊ ഞാന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂടോത്രം വെക്കാൻ തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള്, ജനന തീയതി, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് CCTV മറിഞ്ഞ് ഞാൻ കുഴിച്ചിടണം.
അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. കെ സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനിയാകാനാണ് സാധ്യതയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിപിഎമ്മും ബിജെപിയും എന്തായാലും സുധാകരനെതിരെ ചെയ്യാൻ സാധ്യതയില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതെ, കണ്ടു ഞാന്. സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത്? സുധാകരൻ എന്തായാലും CPM കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടുമില്ല. സുധാകരനെതിരെ കൂടോത്രം വെച്ചത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാസർകോട് പള്ളിക്കരയിലാണ് അപകടം. പ്രതിപക്ഷ നേതാവ് സഞ്ചരിച്ച വാഹനം മുന്നിലുള്ള പോലീസ് എസ്കോർട്ട് ജീപ്പിലിടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലെ മുൻവശം പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. വൈകിട്ട് 5:30 അപകടം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടതായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം യാത്ര തുടർന്നു. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിൽ തിരുവമ്പാടി KSEB ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് കുഴഞ്ഞു വീണു. റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന് മെഴുകുതിരി കത്തിച്ചായിരുന്നു അജ്മലിന്റെ പിതാവ് റസാഖും ഉമ്മ മറിയവും പ്രതിഷേധിച്ചത്. റസാഖിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവമ്പാടി ലിസ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. 2019 സമർപ്പിച്ച റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിവരങ്ങളും പുറത്തുവിടാനാണ് നിർദ്ദേശം. കൊച്ചിയിൽ മലയാള സിനിമയിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന നീതി നിഷേധങ്ങളും അവഗണനയും ചർച്ചയിൽ കൊണ്ടുവന്നത് മലയാള സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആയിരുന്നു. അവരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ത്രീകൾ നേരിടുന്ന അവഗണനയും നീതി നിഷേധവും പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു. 2017 രൂപീകരിച്ച സമിതി 2019 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് നൽകി. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാനോ ശുപാർശകൾ നടപ്പാക്കാനോ ഇതുവരെയും സർക്കാർ തയ്യാറായിരുന്നില്ല. വിവരാവകാശ കമ്മീഷനിൽ വലിയ നിയമ പോരാട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ കമ്മീഷന്റെ സുപ്രധാന ഉത്തരവ്. അധികം വൈകാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശകളും കണ്ടെത്തലുകളും പുറത്തുവരും. സിനിമാ മേഖലയിലെ പല പ്രധാനികൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും നാൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാത്തതും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരാവകാശ കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് ഹേമ കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമ കോൺക്ലേവ് നടപ്പിലാക്കും. സിനിമാ രംഗത്തെ വിവിധ മേഖലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുമെന്നും മേഖലയിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മുന്നോട്ടുള്ള ഭാവി എന്നിവ സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി. പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. അത് വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിയമപ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇതാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് അവർ പ്രതിപാദിച്ചു. എന്നാൽ ആ പ്രതിപാദിച്ച കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്യും. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് കേരളത്തിൽ നടത്തണം, ഒരു സിനിമ കോൺക്ലേവ് കേരളത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായി സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിന്റെ മുന്നോട്ടുള്ള വളർച്ച, അതിന്റെ ഭാവി, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചർച്ചയാണ്. നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്ത് വെട്ടിലായി പത്തനംതിട്ട CPM ഘടകം. മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനാണ് CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും മാലയിട്ട് സ്വീകരിച്ചത്. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ശരൺ പ്രതിയായതെന്ന വിചിത്രവാദമാണ് പാർട്ടി നിരത്തുന്നത്. CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി കുമ്പഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയും
മലയാളപ്പുഴ സ്വദേശിയുമായ ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവർ ശരൺചന്ദ്രനെ മാലയിട്ടും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു സ്വീകരണം. ഹരിത സുധീഷ്, ലാല്, ചിന്നുലാല്, സന്തോഷ് കുമാർ, റിജോ, അച്ചു, അഭിലാഷ്, ബിച്ചു, സജു, വിഷ്ണു, ആദർശ്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി. ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണ കേസുകളിൽ ശരൺ പ്രതിയായത്. പോലീസ് എടുക്കുന്ന ഒരു സമീപനം മാത്രമേ ഉള്ളൂ. അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് പറയുന്നത് ജില്ലയിൽ നിന്ന് പുറത്താക്കിയ ചില വാർത്തകളുണ്ട്. അങ്ങനെ ഒന്നുമില്ല. അയാൾ കാപ്പ് ചുമത്തി അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? കാപ്പയല്ലേ അതിൽ 15-1 15-15 അയാൾ പോലീസ് ജില്ല വിട്ടു പോകേണ്ടി വരും. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെതിരെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്താതെ താക്കീത് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും തുടർച്ചയായി കേസുകളിൽ പ്രതിയായതോടെ ശരൺചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. തുടർന്ന് ജൂൺ 23 പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ CPMൽ ചേർന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാപ്പ കേസ് പ്രതിയെ CPM സ്വീകരിച്ചതിനെ വിമർശിച്ച K സുരേന്ദ്രൻ, കുറ്റകൃത്യം ചെയ്ത ആളെ BJP മാറ്റി നിർത്തിയപ്പോൾ ആ ആളെ CPM സ്വീകരിച്ചു. സംസ്ഥാന മന്ത്രി തന്നെ സ്വീകരിച്ചു. ഇതാണോ CPM നടത്തുന്ന തിരുത്തലെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ ചുമത്താൻ നീക്കമെന്ന ആരോപണം. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിൽ വിരളി പൂണ്ടാണ് നടപടിയെന്നാണ് BJPയുടെ ആരോപണം. ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരായ നീക്കത്തിൽ DIG ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. സംസ്ഥാനത്ത് ഇന്ന് 3 പനി മരണം. H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. 42 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 11,050 പേരാണ് H1N1ന്റെ ചികിത്സ തേടിയത്. 24 മണിക്കൂറിനിടെ ഡെങ്കിപ്പനി ബാധിച്ചത് 159 പേർക്കുമാണ്. 5 ദിവസത്തിനിടെ സംസ്ഥാനത്തെ 493 പേർക്ക് ഡെങ്കിപ്പനിയും 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 1,00,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ ഭക്ഷ്യവിഷബാധ. 50ഓളം കുട്ടികൾ ആശുപത്രിയിലാണ്. ബാംഗ്ലൂർ കുടങ്ങോടന ഹള്ളിയിൽ പ്രവർത്തിക്കുന്ന BR അംബേദ്കർ മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്നലെ വൈകിട്ട് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവിടെ നിരവധി തവണ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തലേ ദിവസം മിച്ചം വന്ന പഴകിയ മുട്ടക്കറി വിളമ്പിയതിൽ നിന്നുമാണ് കുട്ടികൾക്ക് വിഷബാധയേറ്റത്. കോഴിക്കോട് മാനാഞ്ചിറയിലെ കടയിൽ തീപിടുത്തത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന താളിയംകുണ്ട് സ്വദേശി ആറ്റുപുറത്ത് ഗുത്തുബുദ്ദീൻ എന്ന മാനുപ്പായാണ് മരിച്ചത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ പരിപാടിക്കിടെ സദസ്സിൽ നിന്ന് കൂവിവിളി. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു കൂവൽ. തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച സർക്കാർ എന്ന് പറഞ്ഞപ്പോഴും കൂവലുണ്ടായി. ആദ്യം മന്ത്രി തന്നെ കൂവിയ ആളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും കൂവൽ തുടർന്നതോടെ പ്രവർത്തകർ ഹാളിൽ നിന്ന് ഇയാളെ ബലമായി പുറത്തിറക്കി. കൂവിയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. 7 വർഷം കൊണ്ട് 86 ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം നമ്മള് അത് വേറെ സ്വർണ്ണം മീറ്റിംഗ് കേട്ടോ. ഇവിടെ പോലീസ് അറിയില്ലേ, അവരെ പിടിച്ചാത്തോണ്ടു വിളിച്ചോണ്ടു. കുട്ടികളുടെ യോഗം വെള്ളം അടിച്ചു ചോദിച്ചു വേണ്ട വിളിച്ചാൽ അവരോടോ നിയമനം ചെയ്തത് നിങ്ങൾ മതി. അത് പോലീസുണ്ട്. പോലീസുണ്ട് ഒരു നല്ല മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇതാ പ്രശ്നം നമ്മുടെ നാട്ടിൽ.
നല്ല മീറ്റിംഗ് കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI നിലനിർത്തി. തിരഞ്ഞെടുപ്പ് നടന്ന 8 സ്ഥാനങ്ങളിലും SFI വിജയിച്ചു. വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് SFI എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിൽ നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിൽ കസേര മാറ്റം. വേദിയിലെ ആഡംബര കസേര ഉപേക്ഷിച്ച് സാധാരണ പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നാണ് കേന്ദ്രമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. ഒടുവിൽ വേദിയിലെ ആഡംബര കസേരകളിൽ സ്കൂളിലെ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെ ഇരുത്താനും അദ്ദേഹം മറന്നില്ല. PPCLന്റെ സ്വച്ഛതാ മിഷൻ പരിപാടിയായിരുന്നു വേദി. ഉദ്ഘാടന യോഗം ആരംഭിക്കാനൊരുങ്ങവേ അറിയിപ്പ് വന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കസേര മാറ്റണം. ആഡംബര കസേരയുടെ സ്ഥാനത്ത് കേന്ദ്രമന്ത്രിക്കായി സാധാരണ പ്ലാസ്റ്റിക് കസേര. MLAയും കളക്ടറും അടക്കമുള്ളവർ പഴയ കസേരകളിലും. പരിപാടിയുടെ ഇടയ്ക്ക് MK രാഘവൻ MP പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കാൻ ഒന്ന് ശ്രമം നടത്തി നോക്കി. പക്ഷേ കേന്ദ്രമന്ത്രി അനുവദിച്ചില്ല. നടുവേദനയെന്ന് ആംഗ്യം കാട്ടുന്നുമുണ്ടായിരുന്നു. ചടങ്ങ് അവസാനിക്കാറായതോടെ വീണ്ടും സർപ്രൈസ്. സ്കൂളിലെ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെ അതിഥികളുടെ കസേരയിൽ ഇരുത്തിയ ശേഷമാണ് താരം മടങ്ങിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം പോലീസ് ഉപേക്ഷിച്ചു. യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് സംഘം മടങ്ങിയത്. കുർബാന ഏകീകരണ വിഷയത്തിൽ സഭാനുകൂലികൾ സിറോ മലബാർ സഭാസ്ഥാനത്ത് പ്രതിഷേധിച്ചു. MINS സംഘടനയുടെ നേതൃത്വത്തിലാണ് 100ഓളം വരുന്ന വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായത്. ഏകീകരണ കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സെന്റ് തോമസ് മൌണ്ട് ഉപരോധിച്ചത്. കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സഭാ നേതൃത്വം ഉറപ്പു നൽകിയതായി മാർത്തോമാ നസ്രാണി സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരവും അവസാനിപ്പിച്ചു. CSI സഭയുടെ ഇരുപക്ഷവും നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന പ്രതിഷേധ റാലികൾക്ക് വിലക്ക്. CSI സഭ ദക്ഷിണ കേരള മഹായിടവകയുടെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഉത്തരവിട്ടത്. റാലിക്കും പ്രതിഷേധ സംഗമത്തിനും അനുമതിയില്ല. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി. ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിനെ ദക്ഷിണ കേരള മഹായിടവകയുടെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെ എതിർകക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നടപടി.